എല്ലാവർക്കും നമസ്കാരം. ടഫ് ചോദ്യങ്ങൾ എന്ന സെഷനിലേക്ക് സ്വാഗതം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്നാൽ ഒരു ചോദ്യം മാത്രം ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷനാണ് ടഫ് ചോദ്യങ്ങൾ എന്ന സെഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോൺസെപ്ഷ്വൽ ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടാവാനും മാത്രമല്ല ഒന്നിൽ ഫോക്കസ് ചെയ്യാനും മാത്രമാണ് നമ്മളിങ്ങനെ ഒരു സെഷൻ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ 97ാം ഭേദഗതി 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റുമായി ബന്ധപ്പെട്ടതാണ്. ശരി ഉത്തരം കണ്ടെത്തുക. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഭാഗം 9B കൂട്ടിച്ചേർക്കാൻ കാരണം 97ാം ഭേദഗതിയാണ് എന്നാണ്. Part 9B of the Constitution has been added due to the implementation of the 97th Constitutional Amendment. രണ്ട് നിർദ്ദേശക തത്വങ്ങളിൽ ഈ ഭേദഗതി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പുതിയതായി എന്തെങ്കിലും ഈ 97th അമെൻമെൻറ്റ് കാരണം ഈ ഭേദഗതി കാരണം പുതിയതായിട്ട് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലെങ്കിൽ നിർദ്ദേശക തത്വങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ടോ? രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് അതാണ്. 3 സഹകരണ സംഘങ്ങൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള വിഷയമാണ്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള വിഷയങ്ങളിൽ സ്റ്റേറ്റിനാണ് അധികാരം ഈ പറയുന്ന നിയമങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ഉള്ളത്. ഇനി നമ്മൾ ഉത്തരത്തിലേക്ക് നോക്കാം. 97ാം ഭേദഗതി ആദ്യം ഇത് പാസ്സായത് 2011 നിലവിൽ വന്നത് 2012 ഈ 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് എന്ന് പറയുന്നത്. ഭാഗം 9B കൂട്ടിച്ചേർക്കാൻ കാരണം 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആണ് എന്നാണ് പറയുന്നത്. അത് ശരിയാണ്. 9B ഒരു തികച്ചും ഫാക്ച്വൽ ആയിട്ടുള്ളൊരു ചോദ്യമാണത്. 9B ആഡ് ചെയ്തത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ഓഫ് 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് വഴി തന്നെയാണ്. 2 നിർദ്ദേശക തത്വങ്ങളിൽ ഈ ഭേദഗതി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ? ഈ 43B എന്ന് പറയുന്നത് ആഡ് ചെയ്തത് ഏത് അമെൻമെൻറ്റ് വഴിയാണ്? 43B ഇതെന്താണ്? കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ പ്രോത്സാഹനവുമായി ബന്ധപ്പെട്ടതാണ്. സഹകരണ സംഘങ്ങളുടെ പ്രോത്സാഹനം, സഹകരണ സംഘങ്ങളുടെ സ്വമേധയുള്ള രൂപീകരണം, സ്വയംഭരണ പ്രവർത്തനം, ജനാധിപത്യ നിയന്ത്രണം, അങ്ങനെയുള്ള പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ആർട്ടിക്കിളാണ് 43B. അത് ഏത് അമെൻമെൻറ്റ് വഴി ആഡ് ചെയ്തതാണ്? 97ാം ഭേദഗതി വഴി ആഡ് ചെയ്തതാണ്. 3 സഹകരണ സംഘങ്ങൾ എന്ന സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള വിഷയമാണ്. സഹകരണ സംഘങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള വിഷയമാണ്. ആണോ? അതെ. അപ്പോൾ 2 ശരിയാണ്, 3 ശരിയാണ്. ഇത്രയും കാര്യങ്ങൾ ശരിയാണ്. ഓപ്ഷൻ ഉത്തരം ഏതാണ്? 1, 2, 3 C. അപ്പോൾ ഇതാണ് ഇന്നത്തെ ടഫ് ചോദ്യത്തിലുള്ളത്. അപ്പോൾ നമുക്ക് നാളെ കാണാം. ബൈ, ടേക്ക് കെയർ.